നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 9 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും. അപ്രതീക്ഷിതമായ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുക. ഇന്ന് യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. നല്ല ചിന്തകളും പുതിയ ആശയങ്ങളും ഇന്ന് ലഭിക്കും. സർഗാത്മക കഴിവുകൾ വർദ്ധിക്കുകയും അതുവഴി ധനപരമായ നേട്ടങ്ങളും തൊഴിൽപരമായ വിജയങ്ങളും അനുഭവത്തിൽ വരും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിശേഷപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇന്ന് അവസരം ലഭിക്കും. ഈ യാത്രകൾ ആത്മീയമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുകയും ചെയ്യും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കും. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അസുഖങ്ങൾക്ക് ശമനം ലഭിക്കും. ആഭരണങ്ങൾ സ്വന്തമാക്കാനും ഇന്ന് യോഗമുണ്ടാകും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബാംഗങ്ങളുമായും ജീവിത പങ്കാളിയുമായും സ്നേഹത്തോടെയും ക്ഷമയോടെയും ഇടപഴകുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. രോഗാതി ദുരിതങ്ങൾക്ക് സാധ്യത കാണുന്നു. സ്ത്രീകൾ മുഖാന്തരം ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. നല്ല സൗഹൃദ ബന്ധങ്ങൾക്കും കുടുംബാംഗങ്ങളുമായുള്ള ഐക്യത്തിനും ഇന്ന് സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം ലഭിക്കുവാനും നല്ല ഭക്ഷണം ആസ്വദിക്കുവാനും അവസരം ലഭിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ബിസിനസ്സിൽ പുരോഗതി ഇന്ന് കാണാൻ സാധിക്കും. വ്യക്തവും ആകർഷകവുമായ അവതരണ ശൈലി എല്ലാവരുടെയും പ്രശംസ നേടും. അപവാദ പ്രചാരണങ്ങൾ നിഷ്ഫലമാകും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാനും മാനസികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. തലവേദന, നാഡീ സംബന്ധമായ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പാലിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും. അതുമൂലം ദുരിതങ്ങളോ മാനഹാനിയോ ധനനഷ്ടമോ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ശേഷം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാനാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാകും. രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. വ്യാപാരത്തിൽ വിജയം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും. സാമ്പത്തികപരമായ ഉയർച്ച ഇന്നുണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ ഇന്ന് ലഭിക്കും. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പ്രീതി ലഭിക്കും. വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത കാണുന്നു. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടും. അപമാനം, സാമ്പത്തിക നഷ്ടം, രോഗങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. മൃഗങ്ങളിൽ നിന്ന് ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവാം. ഇന്ന് ജാഗ്രതയോടെ ഇരിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.